മാസങ്ങൾക്ക് മുൻപ് മാതമംഗലം പുലിയൂരുകാളി ക്ഷേത്രത്തിൽ തെയ്യം നടക്കുന്നു. തെയ്യം ഭക്തരെ അനുഗ്രഹിക്കുന്നതിനിടയിൽ ആസൂത്രിതമായി 4 സ്ത്രീകൾ ചേർന്ന് ഒരു സ്ത്രീയുടെ മാല മോഷ്ടിക്കുന്നു. പിന്നീട് ആ CCTV ദൃശ്യങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നു. പിന്നീട് പെരിങ്ങും പോലീസ് 2 സ്ത്രീകളെ ഉടനടി തന്നെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? അത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ തുടരുന്നു. ആ കസ്റ്റഡിയിലെടുത്ത 2 സ്ത്രീകൾക്കും ജാമ്യം കിട്ടുന്നു. പക്ഷേ മാല പോയ ആ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു? അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത്. ഇതാണ് മാല നഷ്ടപ്പെട്ട ആ അമ്മ. അമ്മ, എന്താണ് അന്നുണ്ടായത്? അമ്പലത്തിൽ പോയി പോകാൻ വേണ്ടി പോകാൻ കയറിയേരം പിന്നെ എൻ്റെ വേക്കിൽ 3-4 നിൽക്കുന്നുണ്ട്. ഒരാൾ എൻ്റെ ചുമത്തിങ്ങനെ കൈ വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കൈ വെക്കുമ്പോൾ ഞാൻ കൈ തട്ടുന്നവരും പിന്നെ അവർ വെക്കുന്നുണ്ട്. ഞാനിങ്ങനെ കൈ കുറിവ് മേടിക്കുന്ന സമയത്ത് അവരത് മുറിക്കുന്നത് ഞാൻ അറിയുന്നില്ല. പിന്നെ ഇങ്ങനെ കേത്തിൽ ബേക്കലെത്തുമ്പോൾ ഞാൻ അറിഞ്ഞു, ഇങ്ങനെ വലിയുമ്പോൾ തോന്നി. മറിഞ്ഞു നോക്കുമ്പോൾ 2 ആൾ ഓടി. എത്ര പവന്റെ മാലയായിരുന്നു അത്? 5.5 പവന്റെ മാല. അമ്മയുടെ മകൻ ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ കേസിന്റെ നിലവിലെ അവസ്ഥ? എന്താണ് ഇപ്പോൾ നിലവിൽ പെരിങ്ങോം സ്റ്റേഷനിൽ നിന്ന് ശക്തമായ നടപടി സ്വീകരിച്ചിട്ട് അന്വേഷണങ്ങൾ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നെ ആ 2 പ്രതികൾക്ക് ജാമ്യം കിട്ടി എന്നതാണ്. പക്ഷേ ഈ നഷ്ടപ്പെട്ട ഇല്ലെങ്കിൽ 2 പേര് ഓടിപ്പോയ 2 പേരെ കിട്ടിയിട്ടുമില്ല. ഈ നഷ്ടപ്പെട്ട ആഭരണം തിരിച്ചു കിട്ടിയിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നമായിട്ടുള്ളത്. ആ സ്ത്രീകൾക്ക് 2 സ്ത്രീകൾക്കും ജാമ്യം കിട്ടി എന്ന് പറഞ്ഞു. നിങ്ങളുടെ മാലയാണെങ്കിൽ തിരിച്ചു കിട്ടിയില്ല. അപ്പോൾ ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച, അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയില്ലേ ഈ അവസ്ഥ? അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഇടക്കിടക്ക് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുന്ന സമയത്തൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ടെന്നും അവരുടെ കൃത്യമായ അഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് സ്റ്റേഷനിൽ നമ്മളോട് പറഞ്ഞത്. അഡ്രസ്സ് പോലും കിട്ടാതെ ഈ 2 സ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ജാമ്യം കൊടുത്തത് എന്നൊക്കെ അന്വേഷിച്ചിരുന്നില്ലേ? അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇനി ജാമ്യം കിട്ടണമെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്നോ 2 പേരെങ്കിലും ആധാറും കാര്യങ്ങളൊക്കെ എടുത്തു വന്ന് ജാമ്യം കൊടുക്കുക എന്ന രീതിയിലേക്കാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ ഈ ജാമ്യം കിട്ടിയ വിവരവും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇതിനിടെ സ്റ്റേഷനിൽ വിളിച്ചപ്പോഴാണ് ഒരാൾക്ക് ജാമ്യം കിട്ടിയത് പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെയാണ് 2 പേർക്കും ജാമ്യം കിട്ടിയത് എന്നുള്ളത് മറുപടി കിട്ടിയത്. ഇതിന്റെ തുടർ നടപടി എന്ന രീതിയിൽ ഇതിലും മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അടുത്തേക്കോ അങ്ങനെ എന്തെങ്കിലും പോകാനോ തീരുമാനിക്കുന്നുണ്ടോ? തീർച്ചയായും ഇന്നലെ SP-ക്ക് ഇതിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ശക്തമായ അന്വേഷണം നടത്താം എന്ന രീതിയിലേക്ക് നമുക്ക് മറുപടി തന്നിട്ടുമുണ്ട്. എന്തായാലും ഇവരുടെ നഷ്ടപ്പെട്ട മാല തിരികെ കിട്ടിയിട്ടില്ല. ആ 2 പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ബാക്കി 2 പ്രതികളെ ഇതുവരെ കണ്ടെത്താനുമായില്ല. ഉടനടി തന്നെ ഇതിനൊരു പരിഹാരം വേണമെന്നാണ് ഇവരുടെയും ആവശ്യം. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്.